അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തിയതിൽ പ്രതിഷേധം ശക്തം. വിദേശകാര്യമന്ത്രിയുടെ സംയുക്ത വാർത്താ സമ്മേളനവും ഒഴിവാക്കിയാണ് മുത്താഖി മാത്രമായി വാർത്താ സമ്മേളനം നടത്തിയത്. വനിതകളെ അപമാനിച്ചെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യം ശക്തം. വിഷ്ണു തലമുരുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിഷ്ണു, അതായത് താലിബാനിൽ നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണ് താലിബാൻ ഭരണം സ്ത്രീകളോട് പെരുമാറുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലടക്കം അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ അല്ലെങ്കിൽ മോദി സർക്കാർ അതിനെ അനുകൂലിക്കുന്നു, ഈ താലിബാനിസത്തെ അനുകൂലിക്കുന്നു എന്ന് വേണ്ട ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ താലിബാൻ നേതാവും അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള അമീർ ഖാൻ മുത്താഖി ഇന്ത്യയിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയത്. ഇത്തരത്തിൽ ഈ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമാണ് മുത്താഖി വാർത്താ മാധ്യമങ്ങളെ കണ്ടത്, വാർത്താ സമ്മേളനം നടത്തിയത്. പക്ഷേ ആ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിക്കൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത്. അങ്ങോട്ടേക്ക് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം ഈ വാർത്താ സമ്മേളനം നടത്തുന്ന മേശപ്പുറത്ത് താലിബാന്റെ പതാകയും വെച്ചിരുന്നു. എന്തായാലും ഇതിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. പ്രതിപക്ഷ നേതാക്കളടക്കം ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ തന്റെ നിലപാട് പറയണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. ഇത്തരത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ വിലക്കുക എന്ന് പറയുന്നത് വലിയ, അതായത് വനിതകൾക്കടക്കം വലിയ അപമാനം നേരിടുന്ന സാഹചര്യമാണ്. വലിയ പ്രതിഷേധാർഹം തന്നെയാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് താലിബാൻ നമുക്കറിയാവുന്നതുപോലെ തികച്ചും സ്ത്രീ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സംഘടന തന്നെയാണ്. അപ്പോൾ ആ സംഘടനയെ ഇന്ത്യയിലേക്ക് വിളിക്കുക, ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഈ താലിബാൻ്റെ ഒരു മുതിർന്ന നേതാവ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതും കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. എന്തായാലും ഇതിലൊക്കെ തന്നെയാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ രാജ്യമെമ്പാടും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുള്ളത്. അതോടൊപ്പം നിലവിൽ ഇത്തരത്തിൽ സാധാരണഗതിയിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും പതാക അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം എസ് ജയശങ്കറും മുത്താഖിയും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ അത്തരത്തിൽ ഇരു രാജ്യങ്ങളുടെയും പതാക അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ ഈ ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞാൽ ഇരു മന്ത്രിമാരും സംയുക്തമായിട്ടാണ് വാർത്താ സമ്മേളനം നടത്തുക. എന്നാൽ ഇന്നലെ അത്തരത്തിൽ സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. എന്തായാലും നിലവിൽ പ്രതിഷേധം ശക്തമായ ഒരു സാഹചര്യത്തിൽ തലയൂരാനുള്ള ശ്രമങ്ങളാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കാരണം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു ന്യായീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുത്താഖി ഒരു വാർത്താ സമ്മേളനം നടത്തിയത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അറിവോടെയല്ല. ആ കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു അറിവുമില്ലാത്തതാണ് വാർത്താ സമ്മേളനം. അത് അഫ്ഗാൻ ഭരണകൂടം അല്ലെങ്കിൽ ആ നേതാക്കൾ അവരുടെ താല്പര്യപ്രകാരം നടത്തിയ വാർത്താ സമ്മേളനമാണ് എന്നതടക്കമുള്ള ന്യായീകരണമാണ് എന്തായാലും വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നത്. ഭദ്ര.